എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ചില നാളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ യാത്രയിൽ പ്രത്യേകമായിട്ട് കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്തു, ആവശ്യമായ കൃപകളൊക്കെ തന്നു. അതിന് പ്രത്യേകമായിട്ട് കർത്താവിനോട് നന്ദി പറയുകയാണ്. നിങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗങ്ങൾ കേട്ടത്. ഞാൻ എഫേസ്യ ലേഖനമാണ് നിങ്ങളുടെ മുൻപിൽ പ്രസംഗിച്ചു വന്നത്. അതിലെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചാണ് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രാർത്ഥനയെക്കുറിച്ച് 2 പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള 3ാമത്തെ പ്രസംഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും അത് അധികമായി പോകുകയില്ല എന്ന് എനിക്കറിയാം. ഒരിക്കൽ ഒരു ബിഷപ്പ് തൻ്റെ പള്ളിയിൽ ആളുകൾ ഇല്ലാത്ത ഒരു ദിവസം പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ചെന്നു. അപ്പോൾ ശൂന്യമായ പള്ളിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. അദ്ദേഹം അവിടെ മുട്ടുകുത്തി, ഞങ്ങളുടെ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോഴേ മേളിൽ നിന്നൊരു ശബ്ദമുണ്ടായി, എന്താണ് ആവശ്യം എന്ന ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ബിഷപ്പിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ് ആ കഥ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മറുപടി ലഭിച്ചാൽ ചിലപ്പോൾ ഹൃദയസ്തംഭനം വരും. കർത്താവേ എന്ന് വിളിക്കുന്ന ഉടനെ എന്താ മകനെ എന്ന് കേട്ടാൽ നിങ്ങൾ പ്രതികരണം ഇതായിരിക്കും, പിടിച്ചോ അല്ലേ? അല്ല, അങ്ങനെ ഒരു സംഭവം പേടിപ്പിക്കുന്നതാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ ഞാനതിൻ്റെ ഒരു മറുവശം പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറവാണ്. മഴയ്ക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടി, അതേക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നാൽ അതിൽ ഒരു പയ്യൻ മാത്രമേ കുടയുമായിട്ട് വന്നുള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം മഴ വരും, അവിടെ നനയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുടയുമായിട്ടാണ് അദ്ദേഹം വന്നത്. മറ്റുള്ളവരൊക്കെ വെറുതെ വന്നു. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രതീക്ഷിക്കുന്ന ആളുകളാണോ? അതോ പ്രാർത്ഥന നിങ്ങളെ സംബന്ധിച്ച് ഒരു ചടങ്ങ് എന്ന നിലയിലുള്ള ഒരു ക്രമീകരണമാണ്? ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ട് അതിന് മറുപടി തരും. എത്ര മനോഹരമായൊരു അനുഭവമാണതല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തക്ക നിലയിൽ അതിന് മറുപടി ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ ലോകത്തിൽ വളരെ കുറവാണ്. പ്രാർത്ഥന ഒരു ചടങ്ങായിട്ട് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എന്നാൽ ദൈവസന്നിധിയിൽ സത്യസന്ധമായി ദൈവസ്വീകാര്യമായ നിലയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും മറുപടി ലഭിച്ച് ദൈവം നടത്തുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഭക്തന്മാർ അവർ കുറവല്ലേ? അങ്ങനെ ഒരു അനുഭവമൊക്കെ നമുക്ക് വേണ്ടേ? അതോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ? അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ മനോഹരമായ വാക്യങ്ങളാണ് അത് നമുക്കറിയാം. എഫേസ്യ ലേഖനം അതിൻ്റെ 6ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. പ്രാർത്ഥനയുടെ 4 പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം ആ വാക്യങ്ങൾ പറഞ്ഞു കേട്ടോ. സകല പ്രാർത്ഥനയാലും എല്ലാ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പൗലോസിൻ്റെ നിർദ്ദേശം. സകല വിഷയങ്ങൾക്ക് വേണ്ടിയും സകല പ്രാർത്ഥനയാണ്. 2ാമത്തെ പ്രത്യേകത എന്നത് സകല നേരത്തും പ്രാർത്ഥിച്ച്. പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഒരു സമയവുമില്ല.
എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. ഏത് നേരത്തും പ്രാർത്ഥിച്ചു. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊരു യാന്ത്രികമായ പ്രാർത്ഥനയല്ല, പിന്നെയോ സകല ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടിയ പ്രാർത്ഥനയാണ്. സകല ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ദൈവം മറുപടി തരണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ, ആ ഉദ്ദേശത്തോടു കൂടെ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അവസാനമായിട്ട് ദൈവം പറഞ്ഞു, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ വിശാലത എന്താണ്? എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, അത്രയല്ലേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. അല്ല, ഭക്തന്മാരുടെ പ്രാർത്ഥന വിശാലമായ പ്രാർത്ഥനയാണ്. അത് സകല ഭക്തന്മാരെയും ഉൾപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, ശരിയാണ്. എങ്കിലും തൻ്റെ പ്രാർത്ഥന തന്നിലും തൻ്റെ ആവശ്യങ്ങളിലും മാത്രം പരിമിതപ്പെടുന്ന പ്രാർത്ഥനയല്ല, അത് വിശാലമായ പ്രാർത്ഥനയാണ്. സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഈ പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് എന്നും അദ്ദേഹം നമ്മളെ ഓർപ്പിച്ചു. അതിനുശേഷമാണ് 19-20 വാക്യങ്ങൾ ഒരു പ്രത്യേക പ്രാർത്ഥന റിക്വസ്റ്റ് അദ്ദേഹം പറയുന്നത്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷകന്മാർക്കായുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ സുവിശേഷകന്മാർക്കായി എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ തലവാചകം. ഹൗ ക്യാൻ വി പ്രേ ഫോർ ഇവാഞ്ചലിസ്റ്റ്? സുവിശേഷം പറയുന്ന ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്? സുവിശേഷം പറയുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ ഉൾപ്പെടുമോ? നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ? ഞാൻ സുവിശേഷം പറയുന്ന ആളല്ല, അപ്പോൾ സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഉൾപ്പെടുത്തണ്ട. അയ്യോ, അങ്ങനല്ലേ, നമ്മളെല്ലാവരും സുവിശേഷകന്മാരല്ലേ, അല്ലേ? അതിനെക്കുറിച്ച് പറയുന്ന പ്രസിദ്ധമായിരിക്കുന്നൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദ വൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി ആൻഡ് ദ വൺ ഹൂ ഡസ് നോട്ട് ഹാവ് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആൾ സുവിശേഷകനാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്ത ആളുകൾ സുവിശേഷ വേലയ്ക്കുള്ള സ്ഥലമാണ്. നാം എല്ലാവരും സുവിശേഷകനാണ്. എങ്ങനെയാണ് ദൈവത്തിന് വേല ചെയ്യുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്കെങ്ങനെ കഴിയും? അതിനുവേണ്ടി നാം എങ്ങനെ പ്രാർത്ഥിക്കണം? പിന്നെ സുവിശേഷം പറയാനായിട്ട് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച ചില ആളുകളുണ്ട് കേട്ടോ. അവരെ നമ്മൾ സുവിശേഷകന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഈ പ്രാർത്ഥനയിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോഴെങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്? 19-20 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പേൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ സംബന്ധിച്ച് താൻ പറയുന്നത്. ഞാൻ സാധാരണ പറയുന്നത് പോലെ ഈ വാക്യം മലയാള പരിഭാഷയിൽ ഗ്രീക്ക് ഭാഷയുടെ ക്രമം അവർ നിലനിർത്തിയിട്ടില്ല. അതിന് കാര്യം, പരിഭാഷ നടത്തുന്ന ആൾക്കറിയാം, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അവർ പറഞ്ഞ ആ നിലയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവർ പറഞ്ഞ് നിർത്തിയിടത്തായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെ നമുക്കത് പറഞ്ഞ് പിടിപ്പിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ ആ നിലയിലാണ് ഈ വാക്യത്തെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്നാൽ ഗ്രീക്കിൻ്റെ ഒരു ക്രമമാണ് ഞാൻ ഈ പ്രസംഗത്തിൽ നിലനിർത്താനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എങ്ങനെയാണോ പറയുന്നത്, അപ്പോൾ ആ ഒരു ക്രമത്തിലാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 19-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പ്രേ ഓൾസോ ഫോർ മീ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അങ്ങനെ ആ പ്രസംഗം, ആ വാക്യം ആരംഭിക്കുന്നത് പ്രേ ഓൾസോ ഫോർ മീ.
ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ പോയിന്റിലേക്ക് വരുന്നതിന് മുന്നമേ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ അധികരിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ആർക്കൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്? അപ്പോസ്തലനായ പൗലോസിന് പ്രാർത്ഥന വേണോ? ആവശ്യമുണ്ടോ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടയാൾ, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതൻ അത് ആവശ്യമായിരിക്കുന്നയാൾ. അദ്ദേഹത്തിന് പ്രാർത്ഥന വേണോ? വേണം, വേണം. പ്രാർത്ഥന ആവശ്യമില്ലാത്ത ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റ് സഹോദരങ്ങളോട് പ്രാർത്ഥന അപേക്ഷിക്കണം കേട്ടോ. അത് നിങ്ങളുടെ സുബോധത്തിൻ്റെ ലക്ഷണമാണ്. പ്രാർത്ഥന ചോദിക്കണം. നമ്മൾ നല്ല ഭക്തന്മാരാന്ന് ആർക്ക് ഒരാളെന്നോട് ഒരിക്കൽ പറഞ്ഞു എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കട്ടോ. ഒയ്യോ, അത് ശരി. അദ്ദേഹത്തിന് പ്രാർത്ഥന ആവശ്യമില്ല, അത്രയ്ക്ക് ഭക്തനാണ് അദ്ദേഹം. കർത്താവിനോട് എനിക്ക് വേണ്ടി നിങ്ങൾ പറയാനല്ലേ? അയ്യ, നല്ല കാര്യം. അതൊന്നും ആവശ്യമില്ല. എന്ന് പൗലോസിന് പ്രാർത്ഥന ആവശ്യമാണ്. നാം അന്യോന്യം പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം സത്യസന്ധമായ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. ഒരു സഹോദരന് വേറൊരാളിനോട് പറഞ്ഞു, സഹോദര, എനിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം, ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് പ്രാർത്ഥിക്കുന്നത്, പിന്നെ എങ്ങനെയാ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? അപ്പോൾ പറ്റില്ല അല്ലേ? അവിടെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണോ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവശ്യപ്പെടണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. കാരണം ദൈവത്തോട് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനേക്കാളും വലിയ കാര്യം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? യോസേഫ് തടവിലായിരുന്ന കാലത്ത് തൻ്റെ കൂടെ ചില ദിവസങ്ങൾ തടവുകാരനായിട്ട് താമസിച്ച ഒരാൾ ഫറവോൻ്റെ പാനപാത്രവാഹകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് നല്ല വ്യാഖ്യാനം യോസേഫ് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം രാജധാനിയിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് യോസേഫ് പറഞ്ഞു, യോസേഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ തടവിൽ കിടപ്പുണ്ട്, അദ്ദേഹം നിഷ്കളങ്കനാണ് എന്ന കാര്യം നീ ഫറവോനോട് പറയണം. ആ പാനപാത്രവാഹകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു അല്ലേ? യോസേഫിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു. ഫറവോനോട് പറയുകയാണ്, എനിക്ക് യോസേഫിനെ അറിയാം, അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹത്തെ തടവിലിടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. എന്നാലതൊരു വലിയ കാര്യമായിരുന്നു. ദൈവത്തോട് നമ്മെക്കുറിച്ച് പറഞ്ഞ് ദൈവത്തിന് പ്രവർത്തിക്കുവാനൊരവസരം ഉളവാക്കുക എന്നത് അനുഗ്രഹീതമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ കർത്താവ് കേൾക്കും. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് പ്രാർത്ഥന ആവശ്യപ്പെടണം. ഞാൻ ഈ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ ഒന്നിലധികം സഹോദരന്മാർ എന്നോട് പറഞ്ഞു, സഹോദര, എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, ഐ കനോട്ട് ഹിയർ എനിത്തിങ് മോർ സ്വീറ്റ് ദാൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ പറഞ്ഞ ഈ പ്രസ്താവനയേക്കാളും ഹൃദ്യമായിരിക്കുന്നൊരു പ്രസ്താവന എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ ദിവസവും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുണ്ട് എന്നതിനേക്കാളും സന്തോഷകരമായ കാര്യം എന്താ? എനിക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്നെ നിങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ, നിങ്ങളെയൊക്കെ ഞാൻ എല്ലാവരെയും എല്ലാ ദിവസവും ഒന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുഖം ദൈവസന്നിധിയിൽ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാനും വിചാരിക്കുക കേട്ടോ. പ്രാർത്ഥനയിലൊക്കെ ഒരുപാട് കുറവുണ്ട്, അത് ശരിയാണ്. എങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കണമെന്നും ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് അന്യോന്യം പ്രാർത്ഥിച്ച് നമ്മളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം അതിന് മറുപടി തന്ന് നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം അതിനെ സംഗതിയാക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കാര്യം, വാട്ട് ഈസ് ദ പ്രാർത്ഥന റിക്വസ്റ്റ്? അദ്ദേഹം പറഞ്ഞ റിക്വസ്റ്റ് എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന്. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റിക്വസ്റ്റായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പ്രസ്താവന, അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. അതായത് സുവിശേഷ വേല, സുവിശേഷം പറയുന്നതും സുവിശേഷം മറ്റുള്ളവർ സ്വീകരിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആണെങ്കിൽ മാത്രമേ അത് ഫലവത്തായി തീരുകയുള്ളൂ. സുവിശേഷ പ്രഘോഷണവും സുവിശേഷത്തിൻ്റെ സ്വീകരണവും ഫലവത്തായി തീരുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുകയില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ പ്രശ്നം ഞാൻ പറയാം. നമുക്കിതൊക്കെ ചെയ്യാനറിയാം അല്ലേ? ഞായറാഴ്ച വരാൻ നമുക്കറിയില്ലേ? വരാനറിയാം. നമുക്ക് പാട്ട് പാടാനറിയാം, ബൈബിളിൽ നിന്ന് സംസാരിക്കാൻ അറിയാം. ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോകുമെന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് ബൈബിളിൽ നിന്ന് പറയാനറിയാം, പാടാനറിയാം, പ്രാർത്ഥിക്കാനൊക്കെ അറിയാം. അത് യാന്ത്രികമായി ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് സഹായം ആവശ്യമില്ല, നമുക്കത് ചെയ്യാനറിയാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളുടെ മധ്യത്തിൽ കർത്താവുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് നിയന്ത്രണത്തിലാണോ? ദൈവത്തിൻ്റെ കരം നമ്മളുടെ മേലുണ്ട്, നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതായിരിക്കുന്നു ഉറപ്പ് നമുക്കുണ്ടോ? നമ്മൾ എന്തെല്ലാം ചെയ്താലും മനുഷ്യരെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ മറ്റാരെ കൊണ്ടും കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യർ സുവിശേഷം പറഞ്ഞ ആളുകളത് സ്വീകരിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് സുവിശേഷം അറിയാവുന്നയാളാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ അതിനുവേണ്ടി മനസ്സ് വെച്ചയാളാണ്. എന്നാൽ ഞാൻ പറയുന്ന വചനം അത് ദൈവം എന്നെ സഹായിച്ച് ദൈവം ആ വചനം എനിക്ക് തന്ന് അത് പറയുന്നുവെങ്കിൽ മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ സുവിശേഷം പറയുന്ന ആളുകളാണോ? സുവിശേഷം പറയാനുള്ള കരുത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, സുവിശേഷം പറയാനായിട്ട് നീ എന്നെ പ്രാപ്തിപ്പെടുത്തണം, സുവിശേഷം എനിക്ക് പറയണം, അത് നീ എനിക്കെന്നുള്ള വചനം തരണം, എങ്ങനെയാണ് പറയേണ്ടതെന്ന് നീ എന്നെ നിയന്ത്രിച്ച് എന്നെ പഠിപ്പിക്കണം, ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സുവിശേഷം പറയണം. ആദ്യകാലങ്ങളിലൊക്കെ സുവിശേഷം പറയാൻ നമുക്ക് വലിയ വ്യഗ്രതയായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് നഷ്ടമായി, അത് ഭയങ്കര നഷ്ടമാണ്. സുവിശേഷം പറയുവാൻ അവസരങ്ങളുണ്ടാക്കണം, സുവിശേഷം പറയണം. അത് ദൈവമക്കളുടെ ഉത്തരവാദിത്വവും അവകാശവുമാണ്. സുവിശേഷം പറയുന്നതിനേക്കാളും മെച്ചമായിട്ടൊരു കാര്യം നമുക്കില്ല. മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് സദ്വർത്തമാനം അറിയിക്കുവാൻ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ലോകത്തോട് അറിയിക്കുവാനുള്ള വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം പറയണം കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ സുവിശേഷം പറയണം. ആ സുവിശേഷം മനുഷ്യരെ സ്വാധീനിക്കാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കാണണം. അതാണ് നമ്മളുടെ ആഗ്രഹമായിട്ടിരിക്കുന്നത്.
യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ദൈവം പ്രവർത്തിക്കണം, ദൈവം പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണം. സുവിശേഷം വിശ്വസിക്കുവാനുള്ള കരുത്തവർക്ക് കൊടുക്കണം. അവർ കണ്ണുകളെ തുറക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഭാരമൊന്നും നമുക്ക് എത്രത്തോളം ഇല്ല അല്ലേ? നമ്മുടെ ബന്ധുക്കളൊക്കെ വിശ്വാസികളാകണ്ടേ? അവർ സ്വർഗത്തിൽ പോകണ്ടേ? അവർ പാപങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടണ്ടേ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം പ്രവർത്തിക്കാനായിട്ട് ഞാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വചനം ലഭിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതിന്, എന്നെ നിയന്ത്രിക്കേണ്ടതിന്, സുവിശേഷത്തിന് ഒരു സാക്ഷ്യം വഹിക്കേണ്ടതിന് നീ എന്നെ പ്രാപ്തിപ്പെടുത്തണം. അത് നമ്മുടെ പ്രാർത്ഥനയാണ്. പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ നാളുകൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രത്യേക താല്പര്യം നമുക്ക് ആവശ്യമാണ്. സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഞാനത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഭവനത്തിലൊരു ബൈബിൾ ക്ലാസ് വേണം. നിങ്ങളുടെ ഭവനത്തിലൊരു ബൈബിൾ ക്ലാസ് വേണം. പണ്ടൊക്കെ ബൈബിൾ ക്ലാസ് വയ്ക്കാൻ മനുഷ്യർക്ക് എന്തൊരു താല്പര്യമായിരുന്നു. അയൽവാസികളെ വിളിക്കണം, അവരോട് സുവിശേഷം പറയാനുള്ള അവസരമുണ്ടാക്കണം. നിങ്ങളങ്ങനെ ബൈബിൾ ക്ലാസ് വെച്ചാൽ നമുക്ക് ചില സഹോദരന്മാരൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ പ്രാപ്തിയുള്ളവരായിട്ടുണ്ട്. അവർ വരും, ബൈബിൾ ക്ലാസ് എടുക്കാൻ പറ്റും, ആളുകളോട് സുവിശേഷം പറയാനായിട്ട് സാധിക്കും. ആളുകൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനിട വരും. അങ്ങനെ മനുഷ്യർ രക്ഷിക്കപ്പെടും. അതിനുള്ളതായിരിക്കുന്ന അവസരമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ജോലിയുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും ഒക്കെയാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ളൊരു അവസരം എൻ്റെ ഭവനത്തിലുണ്ടാകുമോ? നല്ല ഭവനമൊക്കെ കർത്താവ് തന്നില്ലേ? ഇല്ലേ? എല്ലാവർക്കും ഇല്ല, ശരിയാണ്. നല്ല ഭവനമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ ഭവനം സുവിശേഷത്തിന് വേണ്ടി തുറക്കുന്നില്ല. അതെന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് തന്നത്? ദൈവമക്കൾ വരട്ടെ, അവർ അവിടെ സുവിശേഷം പറയട്ടെ, പ്രാർത്ഥിക്കട്ടെ, പാട്ടുകൾ പാടട്ടെ. അതിനുവേണ്ടിയല്ലേ ദൈവം നിങ്ങൾക്ക് ഭവനം തന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ഭവനങ്ങൾ സുവിശേഷത്തിന് വേണ്ടി തുറക്കണം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ഭവനത്തിലൊരു ബൈബിൾ ക്ലാസ് വേണം. അയൽവാസികൾ വരണം, ബന്ധുക്കൾ വരണം, അവർ സുവിശേഷം കേൾക്കണം, അവർ രക്ഷിക്കപ്പെടണം. അതെൻ്റെ ആഗ്രഹമാണ് കർത്താവേ എന്ന് ദൈവത്തോട് പറയണം. ദൈവം അവസരം തരും. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സുവിശേഷം വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സുവിശേഷം പറയുവാൻ ഞാൻ മനസ്സ് വയ്ക്കുന്നു എന്നുള്ളതാണ്. സുവിശേഷം വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് സുവിശേഷം പറയാനായിട്ട് ഞാൻ മനസ്സ് വയ്ക്കുന്നു, അതിനുവേണ്ടി ഞാൻ വാഞ്ചിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സുവിശേഷത്തിന് വാതിലുകൾ തുറന്ന് കിട്ടുവാനായിട്ട്, ദൈവം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. വാതിലുകൾ തുറക്കുവാൻ കൊലോസ് ലേഖനത്തിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സുവിശേഷം പറയാനായിട്ട് കഴിയണം, അതുപോലെ തന്നെ സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതിനാണ് വാതിലുകൾ എന്ന് പറയുന്നത്. സുവിശേഷത്തിന് വാതിലുകൾ തുറന്ന് കർത്താവ് തരണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ക്രമീകരണങ്ങൾ ഉണ്ടാകണം, ഭവനങ്ങൾ തുറക്കപ്പെടണം, അവസരങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഏത് വീട്ടിൽ ബൈബിൾ സ്റ്റഡി വെച്ചാലും അത് ഞങ്ങൾ വരാം. അതിനുള്ള ക്രമീകരണങ്ങൾ നമുക്കുണ്ടാക്കാം. നമ്മൾ ഈ ദേശം, അത് ഇന്ന് തോമസ് ആന്റണി സഹോദരൻ അതല്ലയോ പറഞ്ഞത്? ദൈവാത്മാവ് പറയിച്ചത് അദ്ദേഹത്തെ കൊണ്ട്. ഈ ദേശത്തുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ, ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമില്ലേ? നമ്മൾ സുവിശേഷം പറയണ്ടേ? അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണ്ടേ? ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്പെക്ടേറ്റർ സ്പോർട്ടല്ല കേട്ടോ. ആളുകൾ അങ്ങനെ ഭയങ്കര കളി നടത്തുന്നു. അപ്പം നമ്മുടെ ജോലി എന്തുവാ? ആ കളി കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയല്ലേ? കളിക്കളത്തിൽ ഇറങ്ങുവാനുള്ള ആവശ്യം നമുക്കുണ്ട്. വി ആർ നോട്ട് സ്പെക്ടേറ്റേഴ്സ്, വി ആർ ആക്ച്വലി ദ പ്ലേയേഴ്സ്. നമുക്ക് സുവിശേഷം പറയുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ഭാഗ്യമാണെന്ന് എനിക്ക് ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയുമോ?
അവിടെ നിന്ന് ഒരാൾ വരും, പറയും, ചേട്ടാ, സഹോദരൻ്റെ വീട്ടിലെ ബൈബിൾ ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സുവിശേഷം കേട്ടത്. താങ്കളാണ് എന്നോട് സുവിശേഷം പറഞ്ഞത്. അതെത്ര മനോഹരമായിരിക്കുന്ന ഒരനുഭവമാണ്. എത്ര ആളുകൾ വരും? നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എത്ര മനുഷ്യർ നിങ്ങളുടെ ചുറ്റുപാടുണ്ടാവും. നിങ്ങൾ എന്നോട് സുവിശേഷം പറഞ്ഞതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ആ നിലയിലാണ് ഞാൻ സുവിശേഷം കേൾക്കുവാനും സ്വീകരിക്കുവാനും എനിക്ക് സാധിച്ചത്. അതെത്രയോ മനോഹരമായിരിക്കുന്ന അനുഭവമാണ്. ഈ നാളിൽ നമുക്ക് ഉണർവ് ആവശ്യമാണ്. നമുക്ക് സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യവും അതിനെക്കുറിച്ചുള്ള ഭാരവും ഈ നാളുകളിൽ വളരെ ആവശ്യമാണ്. നാം സുവിശേഷം വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ആ സുവിശേഷം പറയുവാൻ കടപ്പെട്ട ആളുകളാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നും ഇത് സമ്മതിക്കില്ല. അത് ശരിയായ കാര്യമാണ്. അവർ സമ്മതിക്കില്ല, സുവിശേഷം പറയാൻ അനുവദിക്കുകയില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തെ പ്രസംഗിക്കുന്ന ആളുകൾ എതിർക്കാൻ പറ്റും, പക്ഷേ സുവിശേഷത്തെ ബന്ധിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. സുവിശേഷം പറയുന്നുവെങ്കിൽ, സുവിശേഷം മനുഷ്യർ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷത്തെ ഉപയോഗിച്ച് മനുഷ്യരെ രൂപപ്പെടുത്തും, അവരെ രക്ഷയിലേക്ക് നയിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കാനായിട്ട്, ദൈവം വാതിലുകൾ തുറന്നു തരാനായിട്ട്, ദൈവം മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാനായിട്ട്, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സുവിശേഷം പറയാനും സുവിശേഷം കേൾക്കാനും അവസരങ്ങൾ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. സുവിശേഷം പറയാനും സുവിശേഷം കേൾക്കാനും അവസരം ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഏത് നിലയിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയും, ഏത് നിലയിലാണ് എനിക്ക് സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദൈവം തരുന്ന കഴിവനുസരിച്ച്, ദൈവം തരുന്ന ആ ഉത്സാഹമനുസരിച്ച് നിങ്ങൾ അവസരങ്ങളെ സൃഷ്ടിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം അനേകരെ രക്ഷപ്പെടുത്തും. ഇവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടെന്നേ. ആളുകൾ വരട്ടെ, രക്ഷിക്കപ്പെട്ട ആളുകൾ നമ്മുടെ സഭയിൽ വരട്ടെ, അവർ കർത്താവിനെ അറിയട്ടെ, അവരുടെ ജീവിതങ്ങൾ വ്യതിയാനപ്പെടട്ടെ. അത് നമ്മുടെ പ്രാർത്ഥനയല്ലേ? അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ വായയെ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന്, അതുപോലെ തന്നെ വചനത്തിന് വേണ്ടി വാതിലുകൾ തുറന്നു കിട്ടേണ്ടതിന്, സുവിശേഷം പറയാനുള്ള അവസരത്തിന് വേണ്ടിയും സുവിശേഷം പറയാനുള്ള ആ ധൈര്യത്തിന് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പ്രാർത്ഥനാ റിക്വസ്റ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷകർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? സുവിശേഷം പറയാനുള്ള അവസരവും സുവിശേഷം സ്വീകരിക്കാനായിട്ട് മനുഷ്യർക്ക് മനസ്സുമുണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന് വേണ്ടിയുള്ള അവസരം, സുവിശേഷ പ്രഘോഷണത്തിനായുള്ള അവസരം ഉണ്ടാകണം. ആ പറയുന്ന സുവിശേഷം മനുഷ്യർ സ്വീകരിക്കാനായിട്ട് ദൈവങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം, ദൈവം പ്രവർത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ഒന്നാമത് ഞാൻ നിങ്ങളോട് ഈ വാക്യങ്ങളിൽ നിന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വായു തുറക്കുമ്പോൾ സുവിശേഷം എനിക്ക് വ്യക്തമായി പറയുവാൻ അതിനുള്ള വാതിലുകൾ, അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള ധൈര്യം അതെനിക്ക് ലഭിക്കേണ്ടതിനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് പ്രാർത്ഥനയായിട്ട് പറയാൻ അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞു, ഞാൻ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എനിക്ക് സാധിക്കേണ്ടതിന്. അപ്പോൾ അത് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷകന്മാർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത് പറയാനുള്ളത്, സുവിശേഷം ധൈര്യമായി പറയുവാൻ, വ്യക്തമായി പറയുവാൻ, കൃപയോടുകൂടെ പറയാനായിട്ട് അത് സാധിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞു, ഞാൻ സുവിശേഷത്തെ സംബന്ധിച്ച് ധൈര്യമായി പറയുവാൻ, സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം, പ്രാഗൽഭ്യം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ധൈര്യം എന്നുള്ളതായിരിക്കുന്ന നിലയിൽ നമുക്കതിനെ പരിഭാഷപ്പെടുത്താൻ സാധിക്കും. പ്രാഗൽഭ്യം, ധൈര്യം, ധൈര്യത്തോടുകൂടെ സുവിശേഷം പറയണം. എന്താ സുവിശേഷം പറയാത്തത്? നിങ്ങളെന്താ സുവിശേഷം പറയാത്തത്? ഞാനെന്താ പറയാത്തത്? ഞാൻ പറയാം, പേടിയാ. സുവിശേഷം പറയാൻ പേടിയാ. അതുകൊണ്ടാ. ഫോർ ബോൾഡ്നെസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷം പറയാനുള്ള ധൈര്യം. സുവിശേഷം പറയുന്ന അല്ലെങ്കിൽ ഒരു സുവിശേഷകനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് ലാറി മോയർ എന്നാണ് അദ്ദേഹം, ഞങ്ങളുടെ
ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സുവിശേഷം പറയാതിരിക്കാൻ 2 കാര്യമാണുള്ളതെന്ന് പറഞ്ഞു. 1, സുവിശേഷം പറയാൻ പേടിയാണ്. 2, സുവിശേഷം പറയാൻ അറിയത്തില്ല. ഇത് 2മാണ് കാര്യമെന്ന് പറഞ്ഞു. They are the 2 reasons why people don't share the gospel. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, സുവിശേഷത്തിൻ്റെ പേരിൽ അപമാനം സഹിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സുവിശേഷം പറയാൻ പറ്റുകയില്ല. നമ്മൾ ഒരു സമൂഹത്തിൽ ഇങ്ങനെ വായു പടച്ച് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാൽ നമ്മളെല്ലാവരും വലിയ മാന്യന്മാരായിട്ട് അവർ വിചാരിച്ചോളും. എന്നാൽ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇവൻ എന്തൊരാളാണ് അല്ലേ, ഇവൻ സുവിശേഷം പറയുന്നയാളാണ്. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപരാധം മത കൺവേർഷൻ അല്ലേ, മതം മാറ്റം അല്ലേ, അതാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത്. അതാണ്. കുഴി കിടക്കുന്ന ഒരാളിനെ വലിച്ചു കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര അപരാധമല്ലേ? ചാകാൻ പോകുന്ന ഒരാളിനെ മരണത്തിൽ നിന്ന് വിടുവിക്കുക, അത് അപരാധമല്ലേ? ലോകത്തിലുള്ള മനുഷ്യരെ രക്ഷിക്കാനായിട്ട് സമ്മതിക്കില്ല. ലോകത്തിലുള്ള ക്രമീകരണങ്ങളെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതെല്ലാം സുവിശേഷത്തിൻ്റെ എതിരായുള്ള ക്രമീകരണങ്ങളാണ്. ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ കേട്ടോ, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുക. ഞങ്ങളും ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഈസാ നബി ഞങ്ങൾക്കുമുണ്ട്. പക്ഷേ ഈ ഈസാ നബിക്ക് എന്താ പ്രശ്നം? ഈ ഈസാ നബി ദൈവപുത്രനല്ല, അദ്ദേഹം ദൈവപുത്രനല്ല. ഇദ്ദേഹം മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. എൻ്റെ പൊന്നെ, ദൈവപുത്രനല്ലാത്ത, നമ്മളെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിക്കാത്ത, ആ പാപങ്ങളെ പരിഹരിച്ച് ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു യേശുവിനെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, യേശുക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. റോമൻ കത്തോലിക്കരുടെ ഉദ്ദേശം എന്താ? റോമൻ കത്തോലിക്കർ എന്താ ചെയ്യുന്നത്? റോമൻ കത്തോലിക്കർ ഞങ്ങൾ ഗൾഫിൽ ചെന്നപ്പോൾ ഒരു സഹോദരനെ സ്നാനപ്പെടാനായിട്ട് മനസ്സ് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ശുദ്ധ കത്തോലിക്കനാണ്, ഞങ്ങളുടെ അച്ഛന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സുവിശേഷം പറയാൻ ആരെങ്കിലും വീട്ടിൽ വരിക എന്നെങ്കിൽ ചൂലെടുത്ത് അടിക്കണം എന്നാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും സുവിശേഷം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നാൽ ചൂലെടുത്ത് അടിച്ചുകൊള്ളുക. അത് ശരി, അതാണ് കത്തോലിക്ക സഭയുടെ പരിപാടി. സുവിശേഷം പറയുന്നതിന് മനുഷ്യനെ അനുവദിക്കാതിരിക്കുക, സുവിശേഷം കേൾക്കാതിരിക്കുക. പിന്നെ എന്താ എൻ്റെ സഹോദര കേൾക്കേണ്ടേ? സദ്വർത്തമാനം കേൾക്കാൻ പാടില്ല. പിന്നെ ഏത് വർത്തമാനമാണ് കേൾക്കേണ്ടേ? അത് ശരി, ദുർവർത്തമാനം കേൾക്കണം അല്ലേ? സുവിശേഷം കേൾക്കാനായിട്ട് മനുഷ്യർക്ക് മനസ്സില്ലെന്ന്, അതെത്രയോ ഹീനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, സുവിശേഷം പറയാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കണം. കാരണം മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക വഴി സുവിശേഷമാണ്. ലോകത്തുള്ള മനുഷ്യർ എന്തു തന്നെ പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ഒരു മാർഗമേ ഉള്ളൂ, ഒരു സന്ദേശമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്ന ആളാണോ? അതോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ല. സുവിശേഷം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള വഴി. അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അവനെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു പരിപാടി ഒരുക്കിയിട്ടുള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷം എന്ത് ചെയ്തു? അത് നമ്മളെ വരവേൽപ്പിച്ചു. ഈ സുവിശേഷം പറയാനായിട്ട് കർത്താവ് തൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ ചെന്നൊരു കഥയാണ് കേട്ടോ, കഥയാണ്. സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൂതന്മാർ ചോദിച്ചു, കർത്താവ് മരിക്കുകയും ചെയ്തു, ഉയർത്തെഴുന്നേൽക്കുകയൊക്കെ ചെയ്തു, ഒരുപാട് ബുദ്ധിമുട്ടിയില്ലോ, എന്നിട്ട് ഈ പരിപാടി തുടരാനായിട്ട് എന്ത് ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ഞാൻ 12 ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഞാനീ ചെയ്ത കാര്യം അവർ പറയും, അതാണ് എൻ്റെ ക്രമീകരണം എന്ന് പറഞ്ഞു. ഉടനെ ദൂതന്മാർ ചോദിച്ചു, പറഞ്ഞില്ലേ എന്ത് ചെയ്യുമെന്ന്. പറഞ്ഞില്ലെങ്കിൽ വേറെ ഒരു ക്രമീകരണം ഞാൻ ചെയ്തിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു എന്നാണ് ആ കഥ. സുവിശേഷത്തെ പറയാനായിട്ട് തൻ്റെ
ശിഷ്യന്മാരെ കർത്താവ് പരമേൽപ്പിച്ചതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ ശിഷ്യന്മാർ സുവിശേഷം പറയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ ഒരു ക്രമീകരണം കർത്താവിനുണ്ടോ? കർത്താവിന് വേറെ പരിപാടിയില്ല. ഇവർ പറയും, അവർ പറഞ്ഞേ മതിയാകുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുമ്പോൾ അവരതിനോട് ചേർന്ന് സാക്ഷ്യം പറയും. അവർ ലോകത്തെ കീഴ്മേൽ മറിക്കും. അതാണ് ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ സുവിശേഷം പറയുമോ? നമ്മൾ പറയും, സുവിശേഷം പറയും. ഞാൻ ദിവസങ്ങൾ വിചാരിക്കുകയായിരുന്നു പരസ്യയോഗത്തിനൊക്കെ പോവുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യണം. പണ്ടൊക്കെ ഒരുപാട് പരസ്യയോഗങ്ങൾക്ക് പ്രസംഗിക്കാതെ, ഇപ്പം പുൾപിറ്റുകളുണ്ടല്ലോ, പരസ്യയോഗത്തിൽ പോയി പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുവിശേഷത്തിൻ്റെ നിന്ദയും സുവിശേഷത്തിൻ്റെ പരിഹാസവും നമ്മൾ അറിയുന്നത് പാളയത്തിൻ്റെ പുറത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോഴാണ്, തെരുവീഥികളിലാണ്, സാധാരണ മനുഷ്യരുടെ ലോകത്തിലാണ് സുവിശേഷത്തിന് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം പറയും, അയ്യോ ബാബുച്ചാൻ്റെ പ്രസംഗം നല്ല പ്രസംഗമാണല്ലോ, അല്ലേ, എന്തൊരു നല്ല പ്രസംഗമാണ്, അങ്ങനെ കൊള്ളാം എന്നൊക്കെ പറയും. എന്നാൽ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് എന്താ പറയുക, ആ കയ്യടിയൊന്നും നമുക്ക് കിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ കളമശ്ശേരിയിൽ വന്ന ആദ്യ വർഷമാണെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ചർച്ച തുടങ്ങിയതിന് മുമ്പാണോ അതോ അതിന് ശേഷം ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ പരസ്യയോഗം നടത്താനായിട്ട് അങ്ങ് ധൈര്യപ്പെട്ടു. ഇതേ ഒരു ഗിറ്റാറൊക്കെ എടുത്ത് ഞങ്ങളൊരു മൈക്കൊക്കെ സംഘടിപ്പിച്ച് ഞാൻ ഭാര്യയുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഭാര്യയുടെ ഒരു ബന്ധു ബൈക്കേൽ വരികയാണ്. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര നാണം. എന്നിട്ട് ഇതേ ഒരു ഗിറ്റാറൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു, ഞാൻ അപ്പുറത്ത് കൊണ്ട് പ്രസംഗിക്കാനായിട്ട് ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കര നാണം. അപ്പോൾ അദ്ദേഹം അവിടെ വന്നേച്ച് തിരിച്ച് പോയിട്ട് വേറെ ഒരു വഴിയായിട്ട് പോവുക. ഞങ്ങളുമായി ഒരു ബന്ധമുണ്ട് എന്ന് ആർക്കും സംശയം തോന്നരുത്, അതിനുവേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. നാണക്കേടല്ലേ? സുവിശേഷം പ്രസംഗിക്കുന്നത് ലജ്ജാകരമാണ്, അല്ലേ? നാം അവനെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. സുവിശേഷത്തെക്കുറിച്ചുള്ള ധൈര്യം, സുവിശേഷം പറയാനുള്ള മനസ്സ്, അത് നമുക്ക് വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. We need a boldness for the gospel. സുവിശേഷം രാജാക്കന്മാരുടെ മുമ്പിലാണെങ്കിലും ശരി, അധികാരികളുടെ മുമ്പിലാണെങ്കിലും ശരി, സാധാരണ മനുഷ്യരുടെ മുമ്പിലാണെങ്കിലും ശരി, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I look for an opportunity and always proclaim the gospel. That is Apostle Paul. അപ്പോസ്തലനായ പൗലോസിൻ്റെ രീതി എന്ന് പറയുന്നത് സുവിശേഷം പറയാൻ എന്ത് അവസരമുണ്ടെങ്കിലും. അതിന് ഒരു കാര്യം കൂടെ പറയാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അവസാന അധ്യായത്തിൽ ഒരു പ്രസ്താവന ഉണ്ട് കേട്ടോ. കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം പറയും. എങ്ങനെയാണ് കൈസരുടെ അരമനയിൽ വന്ദനം പറയാനുള്ള വിശ്വാസികൾ എങ്ങനെയാണ്? ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് തടവിലായിരുന്നപ്പോൾ തൻ്റെ കരങ്ങൾ ഒരു പടയാളിയോട് ചേർത്ത് ബന്ധിച്ചാണ് തന്നെ തടവിലാക്കിയിരുന്നത്. 8 മണിക്കൂർ ജോലിയാണ്. പൗലോസിൻ്റെ കയ്യിൽ ഉള്ള ചങ്ങലയുമായിട്ട് ബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. 8 മണിക്കൂർ കിട്ടി കിട്ടോ. പൗലോസ് എന്താ ചെയ്യുക? അദ്ദേഹത്തോട് സുവിശേഷം പറയും, അല്ലേ? അങ്ങനെ തന്നോടൊപ്പം ബന്ധിച്ച് അനേകം പടയാളികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ സംഗതിയായി. അപ്പം അതുകൊണ്ട് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും, കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സുവിശേഷത്തിൻ്റെ അവസരം ഉപയോഗിക്കുകയും സുവിശേഷത്തെക്കുറിച്ച് ധൈര്യപ്പെടുകയും ലജ്ജിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളാണ് ദൈവവേലയിൽ അവർക്ക് പങ്കും ഓഹരിയും ലഭിക്കുന്ന ആളുകൾ. സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ലജ്ജിക്കാൻ പറ്റില്ല. എന്നാൽ അതിനെക്കുറിച്ച് ക്രാൻഫീൽഡ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞപ്പോൾ ലജ്ജിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന അതിലുണ്ട് എന്ന് പറഞ്ഞു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അനേകരതിനെക്കുറിച്ച് ലജ്ജിക്കുന്ന ഒരു സാധ്യതയുണ്ട്. പൗലോസ് തടവിലായിരുന്ന സമയത്ത് താൻ ആസിലുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞു, അവരാരും എന്നെ കാണാൻ വന്നില്ലെന്ന് പറഞ്ഞു. സുവിശേഷത്തിന് വേണ്ടി ചങ്ങല ധരിച്ച് തടവിലായിരിക്കുമ്പോൾ
തന്നെ സന്ദർശിക്കാനായിട്ട് പലരും മനസ്സ് വെച്ചില്ല. എന്നാൽ ഒനേസിഫോറോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവനെൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ അവൻ എന്നെ വന്ന് കണ്ടു. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത, സുവിശേഷത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ മനസ്സുള്ള, നിന്ന സഹിക്കുവാൻ മനസ്സുള്ള ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ഞാനതിനെക്കുറിച്ച് അടുത്ത കാര്യം പറയുമ്പോൾ ഞാൻ പറയാം. ഞാൻ എന്നോട് നിങ്ങളോടും പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യം, അതിനുള്ള ധൈര്യം, അത് പറയുവാനുള്ള മനസ്സ്, അത് നമ്മൾ മടക്കിയെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം പറയാനുള്ള ധൈര്യം. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ സുവിശേഷം പറയുന്ന അവസരത്തിൽ സുവിശേഷത്തിൻ്റെ മർമ്മം, സോ ദാറ്റ് ഐ മൈറ്റ് ഡിക്ലെയർ ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ ക്ലിയർലി. ഒന്നാമത്തത് സുവിശേഷം പറയാനുള്ള ധൈര്യമാണ് എങ്കിൽ, രണ്ടാമത്തത് സുവിശേഷം പറയുന്നതിലുള്ള വ്യക്തതയാണ്. നിങ്ങൾ സുവിശേഷം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എത്ര ധൈര്യപ്പെട്ടാലും സുവിശേഷം പറയാൻ പറ്റില്ല. സുവിശേഷത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വ്യക്തത. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനുള്ള വിശ്വാസത്താൽ നമുക്ക് പാപമോചനവും നിത്യമായിരിക്കുന്ന ജീവനും ദൈവം സൗജന്യമായിട്ട് തരും എന്ന ആ സന്ദേശം വ്യക്തമായി ആളുകളോട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. എത്ര വേദികളിൽ വ്യക്തമായിട്ട് സുവിശേഷം പറയുന്നുണ്ട്. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ സുവിശേഷം പറയുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. നമ്മൾ സുവിശേഷം പറയുന്നില്ലെങ്കിൽ സുവിശേഷം പറയുന്ന ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം മനസ്സിലാക്കി നമ്മൾ മിണ്ടാതിരിക്കുക. എന്നിട്ട് സുവിശേഷം അറിയാൻ വയ്യാത്ത ആളുകൾ തമ്പാറും കൊട്ടി അവർ വേണ്ടാത്ത കാര്യമൊക്കെ പറഞ്ഞ് നടക്കുക. സുവിശേഷം വ്യക്തമായിട്ട് പറയണം. വ്യക്തമായിട്ട് നമ്മൾ സുവിശേഷം ഗ്രഹിക്കണം. സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അത് മറ്റുള്ളവരോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ പരിശീലിക്കണം. അപ്പം ആ നിലയിലാണ് നമുക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ സുവിശേഷത്തെ സംബന്ധിച്ചൊരു ധൈര്യം നമുക്ക് വേണം കേട്ടോ. സുവിശേഷം പറയാനുള്ളൊരു ആഗ്രഹം വേണം, അതിനോടൊരു തീരുമാനം വേണം. അത് കൂടാതെ സുവിശേഷം പറയാൻ സാധിക്കില്ല. പിന്നെ സുവിശേഷം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ സുവിശേഷം പറയാനൊക്കെ ഉള്ളൂ. മൂന്നാമത് കൊലോസ്യ ലേഖനത്തെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയുക, കൃപയോടുകൂടെ പറയണം. പലപ്പോഴും സുവിശേഷം പറഞ്ഞ് നമ്മൾ ചില ആളോട് പറയുമ്പോൾ സുവിശേഷം പറഞ്ഞ അവസാനം എങ്ങനെയാണ്? വഴക്കായിട്ടാണ് തീരുന്നത്. സുവിശേഷമൊക്കെ പറഞ്ഞ് അവസാനം വഴക്കായി. സുവിശേഷം കൃപയോടുകൂടെ പറയാൻ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, സുവിശേഷം പറയാനായിട്ട് ഇറങ്ങി പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അഹങ്കാരവും നമ്മൾ ഈ പറയുന്ന കാര്യവും ഒക്കെ എത്ര ഭയങ്കരമാണെന്ന് നമുക്ക് മനസ്സിലാവും. ചില ആളുകൾ നമ്മളെ വളരെ അപമാനിച്ചു കളയും. അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ടാകും. നമുക്ക് നാണം കെട്ടുപോകും. ഞാൻ ഈ പണിക്ക് ഇറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിക്കും. ചില അവസരം ഇന്ന് ഈ നാളുകളൊന്നും ഞാനങ്ങനെ പോയിട്ടില്ല. ചില ഭവനങ്ങളിൽ ചെന്ന് അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന കേട്ട് ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ലോകത്തിലൊരു പണിയില്ലാതെ സുവിശേഷം വിറ്റ് കാശുണ്ടാക്കാനായിട്ട് മനുഷ്യനെ പറ്റിക്കാനായിട്ട് നടക്കുന്ന ആളുകളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം കേൾക്കുമ്പോൾ നമുക്ക്, സുവിശേഷം പറയുന്നത് അതിനോട് പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഭയങ്കര സങ്കടവും ചില അവസരങ്ങളിൽ ദേഷ്യവും ഒക്കെ വരും. എന്നാൽ കൃപയോടുകൂടെ അവർ പറഞ്ഞതൊക്കെ അവർ അറിവുകേട് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അവർക്കറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. കർത്താവ് തന്നെ ക്രൂശിച്ചവരെക്കുറിച്ച് പറഞ്ഞതുപോലെ, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്തേഫാനോസ് പറഞ്ഞതുപോലെ ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുത് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ മാത്രമേ നമുക്ക് സുവിശേഷം സത്യസന്ധമായിട്ട് പറയാനൊക്കെ ഉള്ളൂ. ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി സുവിശേഷം പറയാനൊക്കത്തില്ല കേട്ടോ. ഞാൻ വലിയ ആളാണ്, പണ്ഡിതനാണ്, എനിക്ക് MTH ബിരുദമുണ്ട്, അല്ലേ, നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ കേട്ട് മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊന്നും പറഞ്ഞ് നമുക്ക് സുവിശേഷം പറയാനൊക്കെയില്ല. അപമാനം സഹിക്കുവാൻ അതിനുവേണ്ടി മനസ്സ് വെച്ചേ മതിയാകുള്ളൂ. എങ്കിൽ മാത്രമേ സുവിശേഷം പറയാനൊക്കെ ഉള്ളൂ. കൃപയോടുകൂടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ, അത് സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്ന സ്ഥലത്ത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് ഈ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സ്ത്രീ,
അവരെങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുക. അപ്പോൾ ജെയ് സ്മിത്ത് എന്ന് പറയുന്ന ആൾ, അപ്പോൾ അദ്ദേഹത്തിന് സമീപത്ത് നിന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞു അവർ ഇറാനിൽ നിന്നുള്ള ഒരു ഷിയ മുസ്ലിമായിരുന്നു. ആദ്യമായിട്ട് ലണ്ടനിൽ അവർ വരുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടാണ് അവർ സ്പീക്കേഴ്സ് കോണിൽ വന്നത്. അപ്പോൾ അവിടെ ഒരു സാധു സ്ത്രീ ഇവരോട് സുവിശേഷം പറഞ്ഞു. അവരെ ഒരുപാട് ചീത്ത ഈ സ്ത്രീ പറഞ്ഞു. പക്ഷേങ്കിൽ അവർ പറഞ്ഞു അതിനൊന്നും മറുപടി പറയാതെ ക്ഷമയോടും താഴ്മയോടും കൂടെ ആ സ്ത്രീ എന്നോട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ എനിക്ക് ആ സ്ത്രീയുടെ പ്രതികരണം മറക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അവർ ആ നിലയിൽ എന്നോട് പെരുമാറി എന്നെനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ അവസാനം അവരെ അന്വേഷിച്ചു പോയി എന്ന് പറഞ്ഞു. She was shocked by the humility and she was shocked by her patience and her concern and her love. നമുക്കെന്താ സൂചന പറയാൻ കഴിയാത്തത്? അത്രയ്ക്കുള്ള ഭക്തിയൊക്കെ നമുക്കുള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു വന്നാൽ നമുക്കറിയാം, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മൾ വലിയ ആൾക്കാരാണ് തെളിയിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം. ആളുകൾ രക്ഷിക്കപ്പെടണം, അവരോട് സുവിശേഷം പറയണം, അവരെന്തു പറഞ്ഞാലും അത് കേൾക്കുവാനും സഹിക്കുവാനും എനിക്ക് മനസ്സാണ് എന്നുള്ള നിലയിലേ നമുക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കൃപയോടുകൂടെ സംസാരിക്കേണ്ടതിന് എനിക്കത് വളരെ ആവശ്യമാണ് കേട്ടോ. ഞാനത് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. കർത്താവേ, സുവിശേഷം പറയുമ്പോൾ അവരുടെ പ്രസ്താവനകളും അവരുടെ ആശയങ്ങളും ഒക്കെ കേട്ട് നടുങ്ങി അതിനോട് തക്ക നിലയിൽ പ്രതികരിക്കാതെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും അവരോട് പ്രതികരിക്കുവാനുള്ള കൃപ തരണം. You don't win people with your argument. You don't win them with your argument, but you win them by love and sharing the gospel with them. സ്നേഹത്തോടുകൂടെ സുവിശേഷം പറയുന്നതിലൂടെയാണ് മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ അവരെ വാദഗതികൾ കൊണ്ട് അവരുടെ ആശയം, അങ്ങനെയൊക്കെ ഒരു വശത്തിനുണ്ട് കേട്ടോ. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ആശയമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. എന്നാൽ മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത് മനുഷ്യരുടെ സ്നേഹവും അവരെ കൊണ്ടുള്ള പരിഗണനയും അവർ രക്ഷിക്കപ്പെടണമെന്ന് അവർക്കുള്ളതായിരിക്കുന്ന ആത്മാർത്ഥതയും ഒക്കെ കണ്ടാണ് മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത്. കൃപയോടുകൂടെ ദൈവത്തിൻ്റെ വചനം പറയുവാൻ, സുവിശേഷം അറിയിക്കുവാൻ അത് സാധിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന് ധൈര്യം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, സുവിശേഷം പറയാനുള്ള ധൈര്യം, അതിനുള്ള ഉത്സാഹം, അതിനുള്ള മനസ്സെനിക്ക് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സുവിശേഷം വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ സുവിശേഷം പഠിക്കണം. എന്നിട്ട് കർത്താവേ, സുവിശേഷം പറയുമ്പോൾ കൃപയോടുകൂടെ സ്നേഹത്തോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പറയുവാനുള്ള കൃപയ്ക്കായി എന്നെ സഹായിക്കണം, ആ കൃപ എനിക്ക് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ദൈവം പ്രവർത്തിക്കാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ, അവിടുന്ന് പ്രവർത്തിക്കണം എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഒന്നാമത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, രണ്ടാമത് കർത്താവേ, ധൈര്യത്തോടുകൂടെ വ്യക്തതയോടുകൂടെ കൃപയോടുകൂടെ ഈ സുവിശേഷം അറിയിക്കുവാനായിട്ട് നീ എന്നെ പ്രാപ്തിപ്പെടുത്തണം എന്നതാണ് നമ്മൾ രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ മലയാള പരിഭാഷയിലെ ആദ്യ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും സുവിശേഷത്തിൻ്റെ മാന്യത മനസ്സിലാക്കുവാനും നമുക്ക് എല്ലായ്പ്പോഴും മനസ്സായിട്ട്, അല്ലെ ആ ഒരു നിലപാട് നമുക്കുണ്ടാകണം. സുവിശേഷത്തിനായി കഷ്ടം അനുഭവിക്കുവാനും അതിൻ്റെ മാന്യതയിൽ ഉറയ്ക്കുവാനും നമുക്ക് സാധിക്കണം. അത് ഞാൻ ഈ പ്രസ്താവനയിൽ കൂടെ ഞാൻ വിശദീകരിക്കുക. അതായത് അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായിരിക്കുന്നൊരു കോമ്പിനേഷനാണ്. ചങ്ങല ധരിച്ച സ്ഥാനാപതി. സ്ഥാനാപതിയുടെ ഇംഗ്ലീഷ് എന്തുവാ? അംബാസിഡർ. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ്? ചങ്ങല. അതുണ്ടാവില്ല. അംബാസിഡർ എന്ന് പറഞ്ഞാൽ വലിയ കൂടിയ കാര്യമാണ്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 150 കോടി ആളുകൾക്ക് വേണ്ടി മറ്റൊരു രാജ്യത്ത് സംസാരിക്കുന്നയാളാണ് അദ്ദേഹം.
ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ സ്ഥാനാപതിയായിട്ട്, സ്വർഗത്തിൻ്റെ അംബാസഡറായിട്ട്, യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് സുവിശേഷം പറയാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഇത് ഇത്രയും മഹത്വകരമായ ഒരു ജോലിയാന്നുള്ള കാര്യം ലോകത്തുള്ള മനുഷ്യർക്ക് അറിയില്ല കേട്ടോ. അവർക്കറിയില്ല. അവിടെ ഒരു സുവിശേഷകൻ വരുന്ന ഉടനെ ആൾക്കാരെല്ലാം പറയും, അയ്യോ നോക്കിയേ, സ്വർഗത്തിൻ്റെ സ്ഥാനാപതിയായി വരുന്നേ, എന്തൊരു കൂടിയാണ്. അയ്യോ, ലോകത്തിൻ്റെ ചവറ് പോലെയല്ലേ അവർ കണക്കാക്കുന്നത്. അവർ വല്ല മാന്യതയും നമുക്ക് തരുമോ? ചങ്ങല ധരിച്ചുകൊണ്ട്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ മനസ്സില്ലെങ്കിൽ സുവിശേഷം അറിയിക്കാനായിട്ട് സാധിക്കുകയില്ല. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാനായിട്ട് മനസ്സില്ല എങ്കിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കഷ്ടതയുടെ ആഴവും വ്യാപ്തിയും ഒക്കെ വ്യത്യാസമാണ് കേട്ടോ. അതിന് വ്യത്യാസം. സുവിശേഷം പറയുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുവിശേഷം പറയുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒറീസയിൽ പുതിയ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ, അതിൻ്റെ പേരെനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും തീ വെച്ച് തൻ്റെ ജീപ്പിൽ അവരെ മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ച് കൊന്ന ദാരാസിംഗ് എന്ന ആ മനുഷ്യൻ്റെ പേര്. അതിയാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ധർണ നടത്തിയ ആളാണ് ഇന്ന് ഒറീസയുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നയാളാണ്. എന്തൊരു ഭയാനകമായ സ്ഥിതിയാണെന്ന് ഓർത്ത് നോക്കി. ഈ ഇലക്ഷനെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഉത്തരേന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന വലിയ കഷ്ടത കുറയും എന്നൊരു വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടപ്പെടാൻ മനസ്സില്ലാതെ സുവിശേഷ വേല ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കഷ്ടപ്പെടാൻ മനസ്സില്ലാതെ സുവിശേഷ വേല ചെയ്യാൻ സാധിക്കില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ വായിക്കായിരുന്നു. അതൊന്ന് പഠിച്ചാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. ഈ എഫേസ്യ ലേഖനം കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികൾ പ്രസംഗിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിങ്ങനെ വായിച്ച് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുവിശേഷം പറയുന്നത് എളുപ്പമായിരുന്നോ അപ്പോസ്തലന്മാർക്ക്? എനിക്ക് സുവിശേഷം പറയുന്നത് വളരെ ഇഷ്ടമാണ്, പക്ഷേ അതിനുവേണ്ടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന്. അത് ശരി, അങ്ങനെ ഒരു ക്രമീകരണം അല്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സുവിശേഷത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ അടിയും ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോൾ അവർ പറഞ്ഞത് എന്താ? ഈ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് അവർ ഭവനങ്ങളിലേക്ക് പോയി എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി തല്ല് കിട്ടുക എന്ന് പറഞ്ഞൊരു പുതിയ സംഭവമല്ല. നമുക്കിത് വലിയ ആശ്ചര്യകരമായിരിക്കുന്ന കാര്യമാണ്. നോർത്ത് ഇന്ത്യയിലുള്ള വിശ്വാസികൾക്ക് തല്ലുകൊള്ളുന്നു. അത് സങ്കടകരമായ കാര്യമാകട്ടോ. അതിനെക്കുറിച്ച് അത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രിസ്തീയ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ മക്കൾ കഷ്ടപ്പെട്ടാണ് സുവിശേഷം പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ബുദ്ധിമുട്ട് സഹിച്ചാണ് സുവിശേഷം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, 12 ശിഷ്യന്മാരിൽ 12 അപ്പോസ്തലനായ പൗലോസിനെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 13 ശിഷ്യന്മാരിൽ 12 പേരും സുവിശേഷത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ചരിത്രമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചരിത്രം. അവർ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ട ആളുകളാണ്. ഇന്ന് കഷ്ടത എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അയ്യോ എത്ര ആശ്ചര്യകരമായിരിക്കുന്ന കാര്യമാണെന്ന് അറിയാമോ? സുവിശേഷത്തിന് വേണ്ടി ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ആളുകൾ നമ്മളോട് എതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ സുവിശേഷത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാത്തൊരു ദൈവാശ്രയവും അതിലുള്ളതായിരിക്കുന്ന ധൈര്യവും നമ്മൾ വീണ്ടെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ സുവിശേഷം പറയണം. ആ സുവിശേഷത്തിന് വേണ്ടി അന്യായം അതിന് ബുദ്ധിമോശമായ കഷ്ടം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. വളരെ ബുദ്ധിപൂർവമായ രീതിയിൽ പ്രവർത്തിച്ചാലും സുവിശേഷത്തിന് എതിർപ്പുണ്ട്. സുവിശേഷത്തെ വെറുക്കുന്നൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുവിശേഷം പറയുന്നത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുടനെ ജയിലിൽ പോയി അല്ലേ? ഇന്നൊരു സുവിശേഷം ജയിലിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്ചര്യമാണ്. കേരളത്തിലൊരു സുവിശേഷകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആശ്ചര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എത്ര പ്രാവശ്യം ജയിലിൽ പോയി? എത്ര പ്രാവശ്യം തല്ലുകൊണ്ടു? അപ്പോസ്തലനായ പൗലോസിന് സുവിശേഷവൽക്കരണത്തിന് മാതൃകയാണ് നമ്മളുടെ മാതൃക അല്ലേ? പക്ഷെ തല്ലുകൊള്ളാൻ മനസ്സില്ല, ബുദ്ധിമുട്ടാൻ മനസ്സില്ല.
സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ, ചങ്ങല ധരിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, രാജാവേ, നീ എൻ്റെ സുവിശേഷം കേൾക്കുന്ന നീ മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ബന്ധനം സഹിക്കുന്നത് ക്രിസ്തീയ ചരിത്രത്തിൻ്റെ അതങ്ങനെയാണ്. സുവിശേഷം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഇന്ന് നമ്മളെല്ലാവരും പേടിച്ച് വരുണ്ട്. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിയില്ല, എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കുക. ദൈവമക്കളെ ധൈര്യം എവിടെ പോയി? ദൈവാശ്രയം എവിടെ പോയി? നാം ദൈവസന്നിധിയിൽ സത്യസുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് മനസ്സ് വെച്ച് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള സമർപ്പണം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ചങ്ങല ധരിക്കേണ്ടി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അമേരിക്കയിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ മനസ്സ് എത്ര ബലഹീനമായൊരു മനസ്സാണ്. സുവിശേഷത്തിന് വേണ്ടി ഒരു ബുദ്ധിമുട്ട് സഹിക്കാനായിട്ട് എനിക്ക് മനസ്സില്ലല്ലോ. എത്ര സങ്കടകരമായ കാര്യമാണ്. എൻ്റെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തണം. ധൈര്യത്തോടുകൂടെ ലജ്ജയില്ലാതെ സുവിശേഷം പറയുവാൻ, സുവിശേഷത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നീ എനിക്ക് കൃപ തരണം. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി അപമാനം സഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാവുന്ന ചില സഹോദരന്മാരുണ്ട് കേട്ടോ. അവർ തെരുക്കോണുകളിലൊക്കെ ട്രാക്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കും. അത് ലജ്ജാകരമായൊരു പരിപാടിയാണ്. ട്രാക്റ്റുമായിട്ടൊരു തെരുക്കോണിൽ നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ വരുന്നവർക്കൊക്കെ എത്ര മനുഷ്യനെന്നറിയാമോ, നമ്മൾ നോക്കിയെന്ന് തുപ്പി വെച്ചു പോകും. ഇവർ വരെ പണിയില്ല എന്ന്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലജ്ജിക്കാത്ത സാക്ഷികളായിട്ട് കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ, കർത്താവിന് സാക്ഷ്യം പറയുവാനായിട്ട് മനസ്സുള്ളവരായി നിൽക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സുവിശേഷത്തിന് വിലയില്ല എന്നുള്ളത് ശരിയാണ്. ഈ ലോകത്തിലുള്ള ആളുകൾ സുവിശേഷം പറയുന്നവരെ മാനിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിലയിരുത്തൽ അവർ ഏറ്റവും മാന്യന്മാരായിരിക്കുന്ന ആളുകളാണ്. കർത്താവ് പറഞ്ഞു, എന്നെ പ്രതിനിധാനം ചെയ്യുന്നയാൾ എന്നെപ്പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന ആളാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. നാം കർത്താവിൻ്റെ പ്രതിനിധികളാണ്, അംബാസഡേഴ്സാണ്, സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സാണ്. ആ നിലയിലാണ് ദൈവം നമ്മളെ കണക്കാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5 അധ്യായത്തിൽ സുവിശേഷം പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞങ്ങൾ ലോകത്തോട് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിന് പകരം കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്ന അതേ അധികാരത്തോടു കൂടെയാണ് സത്യസുവിശേഷം സംസാരിക്കുന്ന ദൈവമക്കൾ സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കേൾക്കുന്ന ആ മൂല്യമാണ് സത്യസുവിശേഷം പറയുന്ന ഒരു വ്യക്തിയുടെ സുവിശേഷ ഘോഷണത്തിനുള്ളത്. ആ മൂല്യമാണുള്ളത്. യേശു ക്രിസ്തുവിന് ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലോകത്തോട് നിരന്നുകൊള്ളുക എന്ന് പറയുവാനുള്ള അവകാശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അവകാശം നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. ഇതിൻ്റെ മൂല്യം നമ്മൾ ഒരു ദിവസം മനസ്സിലാക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെക്കുറിച്ച് ലജ്ജിക്കാതെ, നിങ്ങൾ ലോകത്തിന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ സകല ദൂതന്മാരുടെയും മധ്യത്തിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കാതെ നിങ്ങളെക്കുറിച്ച് ഞാൻ ഏറ്റുപറയും എന്ന് കർത്താവ് പറഞ്ഞു. കോടാനുകോടി ദൂതന്മാർ നിൽക്കുന്ന ആ സദസ്സിൽ നിങ്ങളുടെ പേര് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, ഈ എൻ്റെ പ്രിയ മകൻ, അവൻ എന്നെക്കുറിച്ച് ലജ്ജിക്കാത്തൊരു സാക്ഷിയായിട്ട് നിന്ന ഒരു ധീര പടയാളിയാണ് എന്ന് പറയുന്ന ആ പ്രസ്താവനയെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള വല്ലതുമുണ്ടോ? ലോകത്തിനതിന് മൂല്യമറിയില്ല. എന്നാൽ സുവിശേഷത്തെക്കാളും വിലയേറിയതും സുവിശേഷ പ്രഘോഷണത്തെക്കാളും മാന്യവുമായിരിക്കുന്ന ഒരു ദൗത്യവും ലോകത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് സാധ്യമാകുന്നത് ദൈവം തന്നെ
അതിനുള്ള കരുത്തും ബലവും നമുക്ക് തരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നമ്മളാരും നമ്മിൽ തന്നെ ഇതിന് പ്രാപ്തിയുള്ള ആൾക്കാരല്ല കേട്ടോ. നമ്മളൊക്കെ ലജ്ജിക്കുന്നവരും ഓടി ഒളിക്കുന്നവരുമായിരിക്കുന്ന ആളുകളാണ്. എന്നാൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ഞങ്ങൾക്ക് ധൈര്യം തരണം, ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാനുള്ള ആ മനോഭാവം തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് തീരുമാനിക്കാം. ഇനി എത്ര കാലമുണ്ട് നമുക്കറിയില്ല. സുവിശേഷം പറയാനുള്ള അവസരങ്ങളിൽ നമുക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ നാളുകൾ സുവിശേഷത്തിൻ്റെ കാലമാക്കി നമുക്ക് അതിനെ വേർതിരിക്കാം. അതിനായിട്ട് നമ്മുടെ ഭവനങ്ങളെ തുറക്കാം. അതിനുവേണ്ടിയുള്ള ഉത്സാഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമുക്ക് ബൈബിൾ ക്ലാസ്സുകൾ ആരംഭിക്കാം, സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം, സുവിശേഷ ഘോഷണം നടത്താം, പരസ്യയോഗങ്ങൾ നടത്താം. ഇതിനൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഭാവി നമുക്ക് ദൈവം വച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദേശത്ത് രക്ഷിക്കപ്പെടുവാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഭയപ്പെട്ട് സങ്കടപ്പെട്ട് കൊരിന്തിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ശൗലേ നീ ഭയപ്പെടരുത്, ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ആളുകളുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. പൗലോസേ നീ ഭയപ്പെടരുത്, ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ആളുകളുണ്ട്. ഈ പട്ടണത്തിൽ കർത്താവ് അനേകം ആളുകളെ രക്ഷയ്ക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അവരോട് സുവിശേഷം പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് അനുകൂലമായി നിന്ന് ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ദർശിച്ച് അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കുകയില്ലേ? ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുകയില്ലേ? ദൈവം മനുഷ്യരെ രക്ഷിക്കുകയില്ലേ? സുവിശേഷം മനുഷ്യരെ സ്വാതന്ത്ര്യപ്പെടുത്തുകയില്ലേ? നിശ്ചയമായിട്ടും ദൈവം പ്രവർത്തിക്കും. നമ്മളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ സ്വർഗത്തിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. സർവശക്തനായ ദൈവം അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.